ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഇൻറ്റേൺഷിപ്പ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സോ ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഇതാണ് ആ ക്ലിനിക്കിൻ്റെ ബിഹേവിയറൽ തെറപ്പി റൂം. ഇവിടെ ആയിരിക്കും ഞങ്ങൾ ഫുൾ ടൈം കുട്ടികളെയൊക്കെ നോക്കുന്ന, കുട്ടികളെ കൊണ്ട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതൊന്നും അല്ല, ഇത് പിള്ളേർ വരുന്നതിന് മുന്നേ ഞങ്ങൾ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഗൈസ്. സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്, പിള്ളേരൊന്നും ഇല്ലാതൊന്ന് കിട്ടിയതുകൊണ്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമുക്ക്. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് നമ്മുടെ സ്കിൽസൊക്കെ ഒന്ന് ഷോ ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ സാറ് ഒരു കുട്ടിക്ക് ഫിസിയോതെറാപ്പി കൊടുക്കുന്നതാണ്. എക്സ്പീരിയൻസ് ആരാ പറിച്ചെന്ന് പറ. ആരാ പറിച്ചെന്ന്? ശ്രേയ. ഗുഡ്, നന്ദി വേണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും ഏതോ ഒരു ഷോപ്പിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അമ്മ അനിയൻ്റെ ഡ്രസ്സൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ള എല്ലാ ഡ്രസ്സുകളും ഇട്ട് നോക്കി. പിന്നെ എന്താ, കോളേജിലത്തേക്കും കൂടെ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഞാൻ നോക്കിയത്. കാരണം അല്ലാത്ത കുറേ ഡ്രസ്സൊക്കെ വീട്ടിലിരിപ്പുണ്ട്, അതൊന്നും ഇടാനായിട്ട് സ്ഥലം പോലും ഇല്ല, ലൊക്കേഷൻസ് ഇല്ല ഗൈസ്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഈ ടോപ്പിൽ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു. അതായത് എന്തോ ചായയുടെ കറിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പക്ഷെ ഞങ്ങൾ ബോട്ടം എടുത്തു. ഇത് അവിടുത്തെ ഒരു അതിഗംഭീരമായൊരു ക്യൂ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് കൂടുതലും അനിയൻ്റെ ഡ്രസ്സാണ് മേടിച്ചത്. എനിക്കായിട്ട് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ഒന്നിൻ്റെയും സ്റ്റിച്ചിങ് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കഴിക്കാൻ പോയി ഫുഡ്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസും അമ്മ ബേൽപൂരിയും, എന്താ കോമ്പിനേഷൻ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോയി. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലാണെങ്കിൽ ഒരു കണ്ടീഷനിലായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അനിയൻ്റെ സ്ട്രോബെറി, പാലില്ലാത്തതുകൊണ്ട് സ്ട്രോബെറിയും തൈരും കൊണ്ട് കേർഡ് ഷേക്ക് അടിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ 2 സ്ട്രോബെറി അടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് നല്ല വഴക്ക് കിട്ടുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് കണ്ട് നല്ല പിങ്ക് കളറായിട്ട് വന്നു സ്മൂതി അടിച്ചപ്പോൾ. പക്ഷേ ടേസ്റ്റ് വിചാരിച്ച എൻ്റെ അത്ര എത്തിയില്ല ഗൈസ്. തൈരിൻ്റെയും സ്ട്രോബെറിയുടെയും പുളിപ്പ് കാരണം പറ്റുന്നില്ലായിരുന്നു. പക്ഷേ സാരമില്ല, ഇറ്റ്സ് ഹെൽത്തി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ ബുക്ക് ചെയ്തു. കാരണം അമ്മയും അച്ഛനും ഞാനും അനിയനും എല്ലാവരും കൂടെ കിട്ടുന്നൊരു ദിവസം വളരെ റെയറാണ്. അങ്ങനെ ബുക്ക് ചെയ്തു, അതിന് പോയി. കണ്ടത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പടക്കളം ആയിരുന്നു. നല്ല സിനിമയായിരുന്നു, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ഒത്തിരി ഫൺ എലമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സൂപ്പർ നാച്ചുറലായിട്ട് ബോഡി സ്വിച്ചിങ്ങും അതൊക്കെയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.